നമസ്കാരം. ഒരു കുഞ്ഞിന്റെ നിഷ്കളങ്കമായ ചിരിക്ക് പിന്നിലെ ശാസ്ത്രത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മളൊരു കുട്ടിയുടെ മനസ്സ് എങ്ങനെയാണ് പടിപടിയായി വികസിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ. നമ്മൾ കുഞ്ഞുങ്ങളുടെ കൂടെ ഒളിച്ചെ കണ്ടേ കളിക്കുമ്പോൾ ഓരോ തവണ മുഖം മറച്ചുപിടിച്ച് കാണിക്കുമ്പോഴും അവർ എന്തിനാണ് അത്രയധികം അത്ഭുതത്തോടെ ചിരിക്കുന്നത്? ഇതിന്റെയൊക്കെ ഉത്തരം ഒളിഞ്ഞിരിക്കുന്നത് ജീൻ പിയാഷെ എന്ന പ്രശസ്തനായ മനഃശാസ്ത്രജ്ഞന്റെ കണ്ടെത്തലുകളിലാണ്. നമ്മൾ ഓരോരുത്തരും എങ്ങനെയാണ് ചിന്തിക്കാൻ പഠിക്കുന്നത് എന്നതിന്റെ ഒരു രൂപരേഖ അദ്ദേഹം നമുക്ക് നൽകിയിട്ടുണ്ട്. പിയാഷെയുടെ ഒരു പ്രധാന കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾ വെറും ചെറിയ മുതിർന്നവരല്ല, പകരം അവർ ഓരോ നിമിഷവും ലോകത്തെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്ന കൊച്ചു കൊച്ചു ശാസ്ത്രജ്ഞന്മാരാണ്. ശരി, അപ്പൊ നമുക്ക് പിയാഷെ പറയുന്ന ഈ 4 ഘട്ടങ്ങളിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഈ ഘട്ടങ്ങൾ ഓർത്തിരിക്കാൻ പല എളുപ്പവഴികളുമുണ്ട്. അതിലൊന്ന് നിങ്ങൾക്ക് ഈ സ്ലൈഡിൽ കാണാം. എന്തായാലും നമുക്ക് ഒന്നാമത്തെ ഘട്ടത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോ നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത് സെൻസറി മോട്ടോർ ഘട്ടത്തിൽ നിന്നാണ്. പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ ഈ ഘട്ടത്തിൽ ഒരു കുഞ്ഞ് പൂർണ്ണമായും അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെയും ഓരോ പ്രവൃത്തികളിലൂടെയുമാണ് ലോകത്തെ മനസ്സിലാക്കുന്നത്. അപ്പോ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒളിച്ചേ കണ്ടേ കളിയുടെ രഹസ്യം എന്താണെന്നറിയോ? കുഞ്ഞുങ്ങള് ഒബ്ജക്റ്റ് പെർമനൻസ് എന്നൊരാശയം പഠിച്ചു വരുന്നതേ ഉള്ളൂ. അതായത്, ഒരു വസ്തു കൺമുന്നിൽ നിന്ന് മാറിയാലും അത് അവിടെ തന്നെ ഉണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ്. അപ്പോ കുഞ്ഞുങ്ങള് വെറുതെ കിടക്കുകയല്ല, അവർ തങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തെപ്പറ്റി, സ്ഥലത്തെയും സമയത്തെയും കുറിച്ചൊക്കെ സജീവമായി പഠിക്കുകയാണ്. താൻ കരഞ്ഞാൽ അമ്മ ഓടിവരും എന്നതുപോലുള്ള കാര്യകാരണ ബന്ധങ്ങളൊക്കെ അവർ മനസ്സിലാക്കി തുടങ്ങുന്നത് ഈ ഘട്ടത്തിലാണ്. ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് പോകാം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഈ ഘട്ടം എത്തുമ്പോഴേക്കും കുട്ടിയുടെ ലോകം അങ്ങ് വലുതാവുകയാണ്. ഭാഷ, ചിഹ്നങ്ങൾ, ഭാവന, ഇതൊക്കെ കൊണ്ട് അവരുടെ ലോകം നിറയും. ഈ ഘട്ടത്തിലെ ഏറ്റവും രസകരമായൊരു കാര്യമാണ് ഈഗോസെൻട്രിസം. അതായത്, താൻ എങ്ങനെയാണോ ലോകത്തെ കാണുന്നത് അതുപോലെ തന്നെയാണ് മറ്റെല്ലാവരും കാണുന്നത് എന്ന് അവർ വിശ്വസിക്കും. ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉദാഹരണമുണ്ട്. ഞാൻ വലുതാവുമ്പോൾ അച്ഛൻ ഐസ്ക്രീം വാങ്ങിത്തരും എന്നൊരു കുട്ടി പറയുമ്പോൾ അതിന്റെ അർത്ഥമെന്താ? തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഐസ്ക്രീം തന്നെയായിരിക്കും അച്ഛനും ഏറ്റവും ഇഷ്ടം എന്നാ കുട്ടി വിശ്വസിക്കുന്നു. ഇത് കൂടാതെ ഈ പ്രായത്തിൽ കുട്ടികൾക്ക് കുറച്ച് രസകരമായ ചിന്താഗതികളൊക്കെയുണ്ട്. അവരുടെ കളിപ്പാട്ടങ്ങൾക്കും പാവകൾക്കുമൊക്കെ ജീവനുണ്ടെന്ന് അവർ വിശ്വസിക്കും. അതുപോലെ ഒരു വസ്തുവിന്റെ രൂപം മാറിയാലും അതിന്റെ അളവ് മാറുന്നില്ലെന്ന് മനസ്സിലാക്കാൻ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്കൊരു ചെറിയ പരീക്ഷണം നടത്തിയാലോ? ഒരു 5 വയസ്സുകാരന്റെ മുന്നിൽ ഒരേപോലെയുള്ള 2 ഗ്ലാസുകളിൽ ഒരേ അളവിൽ വെള്ളം വെക്കാം. രണ്ടും തുല്യമാണെന്ന് ആ കുട്ടി സമ്മതിക്കും. പക്ഷേ ആ വെള്ളം നമ്മൾ നീളം കൂടിയതും വീതി കുറഞ്ഞതുമായ മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചാലോ? കണ്ടോ, ആ കുട്ടി ഉറപ്പിച്ചു പറയും നീളമുള്ള ഗ്ലാസ്സിലാണ് കൂടുതൽ വെള്ളമെന്ന്. അപ്പോ സ്വാഭാവികമായും ഒരു ചോദ്യം വരും, എപ്പോഴാണ് കുട്ടികൾക്ക് ഗ്ലാസ്സിലെ വെള്ളത്തിന്റെ അളവ് ഒരുപോലെയാണെന്ന് ശരിക്കും മനസ്സിലാവുന്നത്? അതാണ് അടുത്ത ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ്. ഇവിടെയാണ് യുക്തിപരമായ ചിന്തകൾ വേരുപിടിക്കാൻ തുടങ്ങുന്നത്. ഇനി ഇതേ പരീക്ഷണം ഒരു 8 വയസ്സുകാരന്റെ മുന്നിൽ ചെയ്തു നോക്കൂ. അവരെ പറ്റിക്കാൻ പറ്റില്ല. വെള്ളത്തിന്റെ അളവിൽ ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് അവർക്ക് കൃത്യമായി അറിയാം. ഇതിനെയാണ് കൺസർവേഷൻ എന്ന് പറയുന്നത്. ഈ ഘട്ടത്തിലെ ഏറ്റവും വലിയൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ, ചിന്തകൾക്ക് ഇപ്പോൾ 2 ദിശയിലേക്കും സഞ്ചരിക്കാൻ പറ്റും. അതായത്, കാര്യങ്ങളെ മാനസികമായി മുന്നോട്ടും പിന്നോട്ടും ചിന്തിക്കാനുള്ള കഴിവ് അവർ നേടുന്നു. അങ്ങനെ നമ്മൾ അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്, ഫോർമൽ ഓപ്പറേഷണൽ ഘട്ടം. ഇവിടെ ചിന്തകൾക്ക് ശരിക്കും ചിറകുമുളയ്ക്കുകയാണ്. കാണാനും തൊടാനും പറ്റുന്ന കാര്യങ്ങൾക്കപ്പുറം വലിയ വലിയ ആശയങ്ങളെപ്പറ്റി ചിന്തിക്കാൻ തുടങ്ങുന്നു. അതായത്, സ്നേഹം, നീതി, ശരി, തെറ്റ്, ഇങ്ങനെയുള്ള വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി അവർ ചിന്തിച്ചു തുടങ്ങും. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു എന്ന രീതിയിൽ സാങ്കല്പികമായി ചിന്തിക്കാനും സങ്കീർണമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അവർ പഠിക്കും. നമ്മുടെ സ്കൂളുകളിലൊക്കെ ആൾജിബ്രയും ഫിലോസഫിയും ഒക്കെ പഠിപ്പിച്ചു തുടങ്ങുന്നത് ഈ ഒരു പ്രായത്തിലല്ലേ? അതിന്റെ കാരണം ഇതാണ്. അത്തരം സങ്കീർണമായ വിഷയങ്ങൾ മനസ്സിലാക്കാനുള്ള മാനസിക വളർച്ച അവർക്ക് ലഭിക്കുന്നു. ശരി, അപ്പോൾ ഒരു കുട്ടിയുടെ മനസ്സിന്റെ വളർച്ചയുടെ ഈ 4 ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നുപോയി. ഇതൊക്കെ അറിഞ്ഞിട്ട് എന്താ കാര്യം, അല്ലേ? എന്തുകൊണ്ടാണ് ഈ ഘട്ടങ്ങൾ ഇത്രയധികം പ്രധാനമാകുന്നത്? ഈ കാണുന്ന പട്ടിക നമ്മൾ ഇതുവരെ സംസാരിച്ചതിന്റെ ഒരു സംഗ്രഹമാണ്. ഓരോ ഘട്ടവും അടുത്ത ഘട്ടത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ലോകത്തെ അറിഞ്ഞു തുടങ്ങി
സങ്കീർണമായ ആശയങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുന്ന ആ ഒരു വളർച്ച ശരിക്കും അവിശ്വസനീയം തന്നെയല്ലേ? അതായത് ഒരു കുട്ടി ഏത് സ്റ്റേജിലാണെന്ന് നമുക്കൊരു ധാരണയുണ്ടെങ്കിൽ അവരോട് എങ്ങനെ സംസാരിക്കണമെന്നും അവരെ എങ്ങനെ കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നും നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു ചോദ്യം. നിങ്ങൾക്ക് ഒന്നുകൂടി ഈ ഘട്ടങ്ങളിലൊന്നിലേക്ക് തിരിച്ചുപോകാനൊരവസരം കിട്ടിയാൽ ഏത് തെരഞ്ഞെടുക്കും? ശൈശവത്തിലെ അത്ഭുതലോകമോ അതോ കുട്ടിക്കാലത്തെ ഭാവനയോ അതുമല്ലെങ്കിൽ കൗമാരത്തിലെ യുക്തിചിന്തയോ ഒന്നാലോചിച്ചു നോക്കൂ.